ഇത് ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയതാണ്. പെർത്ത് സിറ്റിയിലാണ് പോയത്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ചൂസ് ചെയ്യാൻ കാര്യം ഞങ്ങളുടെ കൂടെ ഒരു വെജിറ്റേറിയൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഒട്ടുമിക്ക നഴ്സസിനും നോർത്തേൺ ഹോസ്പിറ്റലുള്ള മലയാളീസിനും ഒട്ടുമിക്കവർക്കും ഓഫ് ട്യൂസ്ഡേയാണ്. പക്ഷേ നൈറ്റുള്ള ലിജ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പം ഒരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോണത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂറുണ്ട് അവിടെ എത്താനായിട്ട് കേട്ടോ. അപ്പോൾ പെർത്തിൽ 2 ATB ഉണ്ട്. ഹാരിസ്ഡെയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തും യോക്കെയിൻ എന്ന് പറയുന്ന സ്ഥലത്തും. ഞങ്ങൾ അവിടെ ചെന്നിട്ടും പെർത്തിൽ ഇന്ന് 3 പേര് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നു. അവരെത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫോൺ വിളിച്ചേ അവർ. അപ്പോഴാണ് അറിഞ്ഞാൽ അവർ പോയത് യോക്കെയിനിലുള്ള ഇവിടെയാണെന്ന്, ATBയിലാണ്. പിന്നെ കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ എത്തി. മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരും എത്തി. പിന്നെ ഞങ്ങൾ തകർത്ത് വേഗം കഴിക്കാൻ തുടങ്ങി. എല്ലാത്തരം ദോശകളും ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പം എന്താ ഗീ റോസ്റ്റ്, മസാല ദോശ, ചന്ന ഭട്ടൂരി, പിന്നെ മൈസൂർ മസാല ദോശ, അങ്ങനെ ഉത്തപ്പവും കഴിച്ചു. എന്നിട്ട് പിന്നെ റവ ദോശ. എന്നിട്ട് ഇവൾ പറയാൻ നോക്കുക കേട്ടോ, എന്നാ നമ്മുടെ കൃതിക പറയാൻ നോക്കുന്നതാണ് ഡെലീഷ്യസ് എന്നാ പറയുന്നതെന്ന്. അപ്പോൾ പിന്നെ അപ്പോൾ അവൾ ആ സ്വാദിഷ്ടമെന്നും രുചിയെന്നും എന്നൊക്കെ ഞങ്ങളെല്ലാവരും പറഞ്ഞു കൊടുക്കുക. അവരെല്ലാവരും പറഞ്ഞ് ട്രൈ ചെയ്യുവാണ് കേട്ടോ. എന്തായാലും ഒത്തിട്ടുണ്ട് അവർ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പാനിപ്പൂരി കഴിക്കാൻ പോകാം. ട്രൈ ചെയ്യുന്ന വിധം ജിസി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇച്ചിരി സ്പൈസിയാണ് സംഭവം. അതുകൊണ്ട് കുഞ്ഞിന് കൊടുത്തില്ല കേട്ടോ. പക്ഷേ എന്നാലും കാണിച്ചു കൊടുക്കും അവനെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ദഹിപൂരി കഴിക്കുന്നത് കേട്ടോ. ദഹിപൂരി നല്ല അടിപൊളി സംഭവം. എനിക്കിഷ്ടമായി അത്. ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം കഴിച്ച് പിന്നെ ഞങ്ങൾ പാഴ്സൽ ഓർഡർ ചെയ്തു. അവിടുന്ന് പോന്നു. തിരിച്ച് ഞങ്ങൾക്ക് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുണ്ടേ. ഒരാൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി റഷ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ഞങ്ങളൊരു 2 കാറിലായിട്ട് എല്ലാവരും കൂടി വന്നത്. അപ്പം ഞങ്ങൾ വേഗം പിന്നെ അവിടെ സ്ഥലം വിട്ടു. കാരണം ലിജിക്ക് നൈറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ലോങ് ഡ്രൈവ് തിരിച്ച് നോർത്തിലേക്ക് പോകുമ്പോഴേ ചിലപ്പോൾ ഈ കാങ്കറുവിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് വട്ടം ചാടുകയൊക്കെ ചെയ്യും.